ഒരു അവസരം കിട്ടിയപ്പോ ഇറിനി ഇറിനിയല്ല സരിത സരിതയുടെ ഡൂപ്പാണ് ഈ പെണ്ണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നിങ്ങളിപ്പോ ഈ പറഞ്ഞതൊക്കെ ഓക്കെ, സമ്മതിക്കാം. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവന CPM പാർട്ടിക്കോ പാർട്ടിയിലെ നേതാക്കന്മാർക്കോ BJPയിലെ പാർട്ടി നേതാക്കന്മാർക്കോ നിങ്ങളിത് പറഞ്ഞെന്ന് വെച്ചോ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? ഇത് ഒരു കോൺഗ്രസ് ഒരാരും അങ്ങനെ പ്രത്യേകിച്ച് അതില് ക്രിമിനൽസോ ഒരു മൈൻഡുള്ള ആരും ഇല്ല. അതിൽ ആമ്പിള്ളേര് കുറവാണ്. മനസ്സിലാവണ്ട, എന്തും ചെയ്യാൻ പോകുന്ന ഒരു തൻ്റെയുള്ള ആളുകൾ കുറവാണ് ആ പാർട്ടിയില്. മനസ്സിലാവണ്ട. പക്ഷെ ഇത് മറിച്ച് മറ്റേ ഈ രണ്ട് പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പുള്ളിക്കാരി ശരിക്കും നല്ല സുഖം ഉണ്ടായനെ. ശരിയല്ലേ? അപ്പൊ നിങ്ങള് ഈ പറയുന്ന പോലൊന്നും യാതൊരു ഒരു കഴമ്പില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഈ പാർട്ടിനെ എങ്കിലും മറിച്ചിടാൻ വേണ്ടിയുള്ള കളികളാണ് നിങ്ങൾ ഈ കളിക്കുന്നത് മുഴുവൻ. പക്ഷെ അത്രയും വൃത്തികെട്ട രീതിയിലൊന്നും കളിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങള് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. മനസ്സിലാവണ്ട. അപ്പോ നിങ്ങള് ഈ ഇപ്പൊ നിങ്ങളെ ആകെ ഒരു സിനിമ കൂടെ അഭിനയിച്ചുള്ളൂ. സിനിമ നടി എന്ന് പറയുന്നുണ്ട്, വേറൊരു സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് കാണണേ. മനസ്സിലാവണ്ട. അപ്പൊ ഒരിക്കലും ഇങ്ങനെ പറയരുത്. മറ്റുള്ളവര് നിങ്ങളോട് പറയിപ്പിച്ചാണോ എനിക്കറിയില്ല. ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഉള്ളതാന്ന് പറഞ്ഞാൽ ആ റെക്കോർഡൊക്കെ നിങ്ങൾ കാട്ടണം, മാധ്യമങ്ങളെ കാട്ട്. ഇയാള് വോയിസ് കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളെ കാട്ട്. നിങ്ങൾ കേസ് കൊടുക്ക്, സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്ക്, ഇതൊക്കെ ചെയ്യും. ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ വിളിച്ചു പറയാ. ഓരോ ആണും പെണ്ണും കെട്ട വേറെ ആളുകൾ അങ്ങനെ വിളിച്ചു പറയാ. അവരൊക്കെ എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണമല്ല? മനസ്സിലാവണ്ട. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അപ്പൊ അതൊക്കെ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഈ കളിയിൽ മുഴുവൻ കളിക്കുന്നത്. അപ്പോ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് പാർട്ടി വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റവരെ മറിച്ചിടുക, കൂടെ നിൽക്കുന്നവരെ മറിച്ചിടുക. ഇതിപ്പോ VD സതീശന്റെ അണ്ടറിലുള്ള ആളിലാണോ ഈ പണി ചെയ്തത് എന്നൊന്നും ഒരു പിടുത്തില്ലാണ്ടിരിക്കണപ്പോ. ശരിയല്ലേ? കളി നടക്കട്ടെ, കാണാം. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.